പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാനവാഴയിലൊക്കെ പൂ വിരിഞ്ഞ് നല്ല രസമായിട്ട് നിൽപ്പില്ലേ. അപ്പോൾ ഇത് ഞങ്ങൾ വീട്ടിൽ അതിരമ്പുഴയിൽ പോകുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ്. ഇതിൽ ഇനി ഇടുന്ന വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ദോശ ഉണ്ടായിരുന്നു. ദോശ ചുട്ടുമ്പോൾ കുറച്ച് നെയ്യൊക്കെ ഒന്ന് ആഡ് ചെയ്തേ. ഒരു പ്രത്യേക ടേസ്റ്റിലാണ്. നെയ്യ് റോസ്റ്റായിട്ട് അത്ര മുരിച്ചുമല്ല എടുക്കുന്നത്. അങ്ങനെ ദോശയും പിന്നെ വറുത്തരച്ച കടലക്കറിയും. ഇവിടെ സാധാരണ നമ്മൾ സാമ്പാറും ചമ്മന്തി അല്ലെങ്കിൽ മുളക് ചമ്മന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ രണ്ട് കറിയായിരിക്കും വെക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊരു ചേഞ്ച് ആകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ദോശയ്ക്ക് വറുത്തരച്ച കടലക്കറിയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ അങ്ങനെ. അത് കഴിഞ്ഞ് 2-3 ദിവസം വീട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ ആദ്യം ഇങ്ങോട്ട് കേട്ടോ ഓടിപ്പോയത്. മുരിങ്ങച്ചെടിയൊക്കെ ഇപ്പം നമ്മുടെ കയ്യിലും പൊക്കായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനും നമ്മൾ വെച്ചൊരു സാധനം ചെറിയതാണെങ്കിൽ പോലും നമുക്കത് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഇത് അമ്മ കുറച്ച് ചെമ്മീൻ കറി തന്നു വിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാനൊന്ന് ചൂടാക്കി വെക്കുവാണ്. പിന്നെ വൻപയർ മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണക്കമീൻ ചമ്മന്തി നല്ല നങ്ക് ചതച്ചതുണ്ട്. പിന്നെ സിലോപ്പിയ മീൻ കിട്ടിയായിരുന്നു, അമ്മ അത് കറി വെച്ചിട്ടുണ്ട്, അത് വറുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വിശേഷം എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ ഫ്രിഡ്ജ് എടുത്തായിരുന്നു. LGയുടെ ഒരു ഫ്രിഡ്ജാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും പിള്ളേർ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ. അവർ രാവിലെ 8:15 ആകുമ്പോൾ പോകും. അപ്പോൾ അവർ പോയിട്ടാണ് ഫ്രിഡ്ജ് വന്നത്. അപ്പോൾ വൈകുന്നേരം വരുമ്പോഴത്തേന് ഭയങ്കര സന്തോഷമായി കേട്ടോ. കയറി വന്നപ്പോൾ തന്നെ പറഞ്ഞു, എന്തോ സാധനം വന്നിട്ടുണ്ടല്ലോ, അവിടെ കവർ എന്തോ കിടക്കുന്നത് കണ്ടു, ഫ്രിഡ്ജായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അടുക്കളയിൽ പോയി നോക്കി. ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. അപ്പം ഓരോ ദിവസത്തെ വിശേഷങ്ങളും പിന്നെ നമ്മൾ പുറത്തെവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ ട്രിപ്പ്, അങ്ങനെ നമ്മുടെ ഫാമിലിയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. ഒരുപാട് പേര് വ്യൂസ് ഇങ്ങനെ വരുന്നതിന് നമുക്ക് ലൈക്ക് അങ്ങനെ കുറവായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ലൈക്ക്, അതോ മറന്നു പോകുന്നതാണോ? ഇനി മറന്നു പോകുന്നതാണെങ്കിൽ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിള്ളേർ വന്നത് ID കാർഡൊക്കെ ആയിട്ടാണ് കേട്ടോ. ID കാർഡ് കിട്ടി. ഇനി ഇതെല്ലാ ദിവസവും ഇട്ടുകൊണ്ട് ചെല്ലണമെന്നാ ടീച്ചർ പറഞ്ഞതെന്നൊക്കെ ദൈവട്ടം പറയുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം പിന്നെ അവർ കൈയൊക്കെ കഴുകിയിട്ട് ചായ കുടിക്കും, കുറച്ച് നേരം TV കാണും. അതാണ് റൊട്ടീൻ. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒന്ന് വന്ന് ഒരു കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന ശേഷമാണ് പിന്നെ കുളിക്കുകയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ. ഇപ്പോൾ ടോമാഞ്ചെറിയൊക്കെ കണ്ടുകൊണ്ട് രണ്ടുപേരും അത് കാണുന്നു. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജൊക്കെ പിന്നെ ഓണാക്കിയിട്ടുണ്ട്. സാധനമൊന്നും അതിലേക്ക് ആക്കിയില്ല, രാവിലെ നമ്മൾ മാറ്റിയതായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ചെടിയൊക്കെ നല്ല ഉഷാറായി കേട്ടോ. റോസയിലൊക്കെ ആണെങ്കിലും നിറയെ മുട്ടുകളും പിന്നെ തളിർപ്പ് വരുവും, ഇലച്ചെടിയൊക്കെ ആണെങ്കിലും എല്ലാം നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. കാനവാഴയിലൊക്കെ ഞാൻ എന്താ പറയുന്നത് 2-3 ദിവസം ആ പൂവ് നിൽക്കുന്നുണ്ട്. മഞ്ഞപ്പൂവിൻ്റെ അത് വേഗം തന്നെ പോയി. പക്ഷേ ഈ റെഡ് നല്ല രസമുണ്ട് കേട്ടോ. കുറച്ച് ദിവസം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിരിച്ച് വെച്ചാണ് നമ്മൾ. അതിൽ ഈ നിൽക്കുന്നതിലുമൊക്കെ മുട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് എന്താ പറയുന്നത്, ആ ഇലച്ചെടിയൊക്കെ എല്ലാം നന്നായിട്ട് തളർത്ത് നല്ല തിങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് അവിടെ അത് വെച്ചത്. പിന്നെ ഈ ഒരു ഭാഗത്തെ പുല്ലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ പോയ ടൈമിലായിട്ട്, ഞങ്ങൾ വീട്ടിൽ പോയ ടൈമിൽ ഇവിടെ എല്ലാം വൃത്തി ആക്കി ചെടിയൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പം വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.